ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവാരൂപിയിലും നല്ല പ്രാർത്ഥനാ അന്തരീക്ഷത്തിലും പാരമ്പര്യത്തിലും അച്ചടക്കത്തിലും വളർന്നു വന്ന കുറേ ചെറുപ്പക്കാരെങ്കിലും ഇക്കാലത്ത് കൂടുതലായി തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോവുകയോ ദുശീലങ്ങളിൽ അകപ്പെട്ടു പോവുകയോ ലഹരിക്ക് അടിമകളായി തീരുകയോ തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോവുകയോ വഴിതെറ്റിപ്പോവുകയോ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് യേശു പറഞ്ഞ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും കഥയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ എന്ന ചോദ്യമാണ് സ്വയം ചോദിക്കേണ്ടത്. വാസ്തവത്തിൽ യേശുവിൻ്റെ കൂടെയാണെന്ന് പുറമേ തോന്നിപ്പിക്കുന്നതേ ഉള്ളൂ, ആന്തരികമായി നമ്മൾ ഒരുപാട് അകലെയല്ലേ? യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ സഭയോട് ചേർന്നിരിക്കുക, കുടുംബത്തോട് ചേർന്നിരിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുമുണ്ട്. യേശു തൻ്റെ ശിഷ്യരെ വിളിച്ച് ഏൽപ്പിക്കുന്ന ഒന്നാമത്തെ ചുമതല ഇതാണ്, തന്നോടുകൂടെ ആയിരിക്കുക. അതായത് ദൈവത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് അടുത്തു വരുമ്പോൾ നമ്മിലേക്ക് ദൈവം 7 സ്റ്റെപ്പ് അടുത്തു വരും. എന്നാൽ എപ്പോഴും ആദ്യ സ്റ്റെപ്പ് നമ്മുടെ ആയിരിക്കണം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ തീരുമാനമോ കഠിനാധ്വാനമോ കൊണ്ട് നിത്യരക്ഷ നേടുവാനോ വിശുദ്ധിയിൽ ജീവിക്കാനോ വിളിക്കപ്പെട്ട ജീവിതാവസ്ഥയിൽ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകുവാനോ കഴിയില്ല. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും കരുണയും സംരക്ഷണവുമില്ലാതെ പാപാവസ്ഥയിൽ നിന്നും മോചനം പ്രാപിക്കുവാനോ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനോ കഴിയില്ല. വേദപുസ്തകം മുഴുവനും പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിന് ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് യേശു കൃത്യമായി പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശുവിനെ കൂടാതെ സംഭവിക്കുന്നതൊക്കെ അനുസരണക്കേടും അവിശ്വസ്തതയും അശുദ്ധിയും അവിവേകവും ഒക്കെ ആയിരിക്കും. സ്വന്തം തീരുമാനവും ഇഷ്ടവും പദ്ധതിയും മാത്രം അനുസരിച്ച് മുമ്പോട്ട് പോയി വഴിതെറ്റിപ്പോവുകയും തകർന്നു പോവുകയും ചെയ്തവരെ ചരിത്രം കട്ടിത്തരുന്നുണ്ട്. യേശു ഇത് പറയുന്നത് വല്ലാത്ത ആത്മവിശ്വാസത്തോടെയാണ്. കാരണം തൃത്വം എന്ന മഹാരഹസ്യത്തിൻ്റെ അടിസ്ഥാനവും ഇവിടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു ചേരുന്ന ഏകദൈവം, അവിടെയും ഒരു മുന്തിരിച്ചെടിയും ശാഖകളുമുണ്ട്. എന്നിട്ട് യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. പിതാവ് പറയുന്നത് അനുസരിക്കുകയല്ലാതെ പുത്രന് സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനാണ് പുത്രൻ വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തോടുണ്ടായിരുന്ന ഈ അഗാധവും ഗാഠവുമായ സ്നേഹബന്ധം തന്നെയാണ് യേശുവിനോടും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒരേ സമയം ദൈവമാതാവും ആദ്യത്തെ ശിഷ്യയുമായി തീർന്നത്. ഈ പരസ്പരമുള്ള ആഴവും ഗാഠവുമായ സ്നേഹബന്ധമാണ് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിലൂടെ യേശു ആവശ്യപ്പെടുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ സുവിശേഷങ്ങളിൽ നിരവധിയുണ്ട്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടക്കുന്ന അന്ത്യ അത്താഴവേളയിൽ യോഹന്നാൻ ശ്ലീഹ ഇത് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ബലത്തിൽ കാൽവരിയോളം യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ യോഹന്നാന് കഴിയുന്നുമുണ്ട്. കൂടുതൽ ഫലങ്ങൾ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നെന്ന് പറയുന്ന സഹനത്തിൻ്റെ യാത്ര അതാണ്. കാൽവരിയിൽ യോഹന്നാൻ യേശുവിനെ അനുഗമിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെയല്ല, ആഴമായ സ്നേഹത്തോടെയാണ്. യേശുവിനോട് ചേർന്നിരിക്കാൻ സാധിക്കാതെ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ശ്ലീഹ ഹൃദയം നൊന്ന് കരഞ്ഞ് മടങ്ങി വന്നപ്പോൾ സ്നേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ 3 പ്രാവശ്യം ചെയ്യിച്ചാണ് യേശു വീണ്ടും സ്വീകരിക്കുന്നത്. കർത്താവേ, അങ്ങ് എല്ലാം അറിയുന്നു. യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ അനുഭവത്തിലും ഈ ഒരു വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗാഠമായ ബന്ധമുണ്ട്. ഇത് ആഴമായി തിരിച്ചറിയാനുള്ള ആന്തരിക ജ്ഞാനം വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് റോമ 9:16 അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് എന്ന് അദ്ദേഹം ഏറ്റു പറയുമ്പോൾ, നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ് യേശു പറഞ്ഞതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ വിശുദ്ധിയുടെ ഏറ്റവും വലിയ ലക്ഷണമിതാണ്, കർത്താവ് എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ വീണുപോകുമായിരുന്നു. യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് വിശുദ്ധിയോടെ
വിശ്വസ്തയോടെ, വിനയത്തോടെ, വിശ്വാസത്തോടെ എന്നും ചേർന്നിരുന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.